ഗുഡ് മോർണിംഗ്. ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് എത്തിയത്. ഇന്ന് രാവിലെ കറങ്ങാനായിട്ട് ഇറങ്ങി. ബ്യൂട്ടിഫുൾ പ്ലേസ്. ചെറി ബ്ലോസം ധാരാളം കണ്ട് കൊതി ഏകദേശം തീർന്നു. എന്നാലും വീണ്ടും വീണ്ടും അത് അടുത്തടുത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. ഈ സ്ഥലത്തിന് എന്തോ ഒരു പേര് അമ്മ പറഞ്ഞു കേട്ടോ. ഇവര് രാവിലെ പ്ലാൻ ചെയ്യും എങ്ങോട്ടാ പോവാ, വേഷം കെട്ടും ഇറങ്ങും, അത്രയാണ്. പിന്നെ ഞാനൊരു സെൽവാർ ഇട്ടു, ലൂമിന്റെ ഒരു സെൽവാർ. എനിക്ക് സെൽവാർ ഇടുമ്പോഴാണ് ആകെ ഒരു കോൺഫിഡൻസ് കേട്ടോ. ഞാൻ മറ്റേ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുമ്പോൾ ഐ ഫീൽ ലൈക്ക് എ ബിഗ് ജോക്ക്. ചുരിദാർ ഇടുമ്പോൾ ഐ ഫീൽ സോ മച്ച് ലൈക്ക് മൈ സെൽഫ്. ജാക്കറ്റ് ഇട്ടു അല്ലെങ്കിൽ തണുക്കും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് മഴ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. മഴ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുട എടുത്തു. അയ്യോ, താഴെ പോയി. അടിപൊളി ഒരു ബിൽഡിംഗ്. ഇവരുടെ ഈ ആർക്കിടെക്ചറിന്റെ ഇതൊന്നും നമുക്കധികം കിട്ടിയിട്ടില്ല. ആ ഒരു അറ്റത്തെ മതിലിന്റെ അറ്റത്ത് വെച്ചേക്കുന്ന ആ ഒരു അത് തന്നെ നോക്കിയേ. സോ ഗുഡ്. നമ്മുടെ ഓട് പോലെയാണ്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി. കൊള്ളാം, ഇവിടെ വന്നിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ വെരി ഗുഡ് ഓൺ ദ സ്റ്റമക്കാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും കഴിച്ചിട്ട് നമുക്കൊന്നും സ്റ്റമക്ക് അപ്സെറ്റ് ഒന്നും ആവുന്നില്ല. ഒന്നും വളരെ സ്പൈസി ഒന്നുമല്ല, വളരെ മൈൽഡാണ്. അതുകൊണ്ട് ഇറ്റ് ഫീൽസ് നൈസ്. നമുക്കിനി ഒരു 4-5 ഇന്ന് ഡേറ്റ് എന്താ ഇഷാനി? 10. ഇനി നമുക്ക് 11, 12, 13, 14 4 ഡേയ്സേ ഉള്ളൂ. 15th ഗോയിങ് ബാക്ക്. അത്ര ദിവസം കൂടെ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു തരുന്ന ഇഷാനിയാണ്. അപ്പോൾ ഓക്കെ. ഇഷാനി പോയി വാങ്ങിട്ട് വന്നതാ. കോൺ ഐസ്ക്രീമിൽ പോയതാ, പക്ഷെ ഇതാ കിട്ടിയ കപ്പിലായി പോയി. ഈ ഏരിയയില് കിമോണോ റെന്റൽ കിട്ടുന്ന ധാരാളം കടകളുണ്ട്. എന്നുവെച്ചാൽ വലിയ ബിസിനസ് തന്നെയാണ് ഇവിടെ. അപ്പൊ ആൾക്കാരെല്ലാരും വന്ന് ഒരു ദിവസത്തേക്ക് ഡ്രസ്സ് റെന്റലിലെടുക്കാം. അവിടെ പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് അതിൻ്റെ എല്ലാം കെട്ടി കിമോണോ ഡ്രസ്സൊക്കെ ഇട്ട് വിടും. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടുതൽ ആണുങ്ങളും ഇടുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഫുൾ കോസ്റ്റ്യൂം അവരവരുടെ സ്വന്തം ഡ്രസ്സും ഷൂസും ഒക്കെ അവിടെ വെക്കാം. എന്നിട്ട് ഈ ഒരു ഏരിയ ഫുൾ ഡേ ആ ഡ്രസ്സിൽ ടക്ക് ടക്ക് ടക്ക്. കാലിൽ അവരിടുന്ന ഒരു സോക്സും ഒരു ചെരുപ്പുമാണ്. നമ്മുടെ ഒരു റബ്ബർ ചപ്പൽ പോലത്തെ കാണിച്ചു, അതുപോലത്തെ സോക്സും അങ്ങനത്തെ ചെരുപ്പും ഇട്ട് ആ ഡ്രസ്സും ഇട്ട് അതുപോലത്തെ ബാഗും ഒക്കെ പിടിച്ച് ഹെയർ സ്റ്റൈല്, തലയിൽ പൂക്കളൊക്കെ വെച്ച് എല്ലാവരും ഈ ഒരു ഏരിയ ഫുള്ള് നടക്കുന്നുണ്ട് ധാരാളം. ഞങ്ങൾക്കത് ഇടണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നാളെ നമ്മളൊരു ടീ സെറമണിക്ക് എവിടെ പോകുന്നുണ്ട്. അത് വിചാരിച്ച് എന്നാൽ നമുക്ക് നാളെ അത് ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. ഇന്നൊക്കെ ആണെങ്കിൽ ഇവിടെ റെന്റിലെടുത്ത് ഫുൾ ഡേ ഇതുമിട്ട് നടക്കണ്ടേ, ബുദ്ധിമുട്ടായി പോകും. ആ കാലിൽ ആ സോക്സും ആ ചെരുപ്പ് കാണുമ്പോഴേ സ്ട്രെസ്സാകും. എല്ലാവരും വളരെ കുറച്ച് കഷ്ടപ്പെട്ടതാണ്. അതിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ഓക്കെ ആയിരിക്കും. അല്ലാതെ ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായി. വളരെയധികം ടൂറിസ്റ്റ് വരുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലം. അതുകൊണ്ട് അത്യാവശ്യം ക്രൗഡഡുമാണ്. നമ്മൾ ഇന്നലെയും മിനിങ്ങാനൊക്കെ നിന്ന് ആ സ്ഥലം നല്ലതായിരുന്നു. ടൂറിസ്റ്റ് തീരെ എത്തിപ്പെടാത്ത സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ ആരെയും ഒരു ഇന്ത്യനെ പോലും അവിടെ സത്യമായിട്ട് കണ്ടില്ലായിരുന്നു. വളരെ കുറച്ച് ടൂറിസ്റ്റ് ആയിരുന്നു. കംഫർട്ടബിൾ ആയിരുന്നു അവിടെ എല്ലായിടത്തും പോകാൻ. അത് പക്ഷെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ ഇന്നലത്തെ സ്ഥലത്തിന് പേര് ഇന്നലത്തെ കനസാവ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ആരെങ്കിലും ജപ്പാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഡോണ്ട് മിസ് ദാറ്റ് പ്ലേസ്. ദാറ്റ് ഈസ് സോ ഗുഡ്, സോ ബ്യൂട്ടിഫുൾ ആൻഡ് വെരി നൈസ് ആണ്. ഇവിടെ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ബട്ട് അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ക്രൗഡ് കൂടുമ്പോഴേ നമുക്കൊരു മൂഡ് പോകും. ഇവിടെ വന്നാലല്ലേ ഒത്തിരി ആൾക്കാർ. ഏത് സ്പോട്ടിലും ഫേമസ് സ്പോട്ട്സ് ആണ് ഇവിടെ ഒരുപാട്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ഒത്തിരി ആൾക്കാരാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം കോൺ ഐസ്ക്രീം പറഞ്ഞ ഐഷാനി വാങ്ങി. പക്ഷെ മറ്റേതായിട്ടില്ല. ഒരു പെൺകുട്ടി എന്ത് രസമായിട്ട്. ഓക്കെ, ഇതെല്ലാം ഇതുപോലത്തെ കോസ്റ്റ്യൂംസ് ഇവർ ഇവിടെ നിന്ന് റെന്റിന് എടുത്തിട്ടിരുന്നു. എൻ്റെ ബാക്കിലൊക്കെ നിൽക്കുന്ന കണ്ട ഒരു ലേഡി.
എവിടെ നോക്കിയാലും കാണാം, ഇഷ്ടം പോലെ. ഞാൻ 1-2 കപ്പിൾസ്, ഹസ്ബൻഡ് വൈഫ്, കൊച്ചു ഗേൾസ് ഒക്കെ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് പോകുന്നുണ്ട്. ചില സൈറ്റ്സ് നല്ല ക്യൂട്ടാണ് കേട്ടോ. ചിലർക്ക് ആ കോസ്റ്റ്യൂം നന്നായിട്ട് ചേരും. ആണുങ്ങളുടെ കോസ്റ്റ്യൂം കണ്ടോ എൻ്റെ ബാക്കിൽ 2 പയ്യന്മാര്. അതാണ് ആണുങ്ങളുടെ കോസ്റ്റ്യൂം. പണ്ട് ഊട്ടിയിൽ നമ്മൾ പുളി എന്നും പറഞ്ഞ് കഴിക്കുന്ന ഒരു ചെടിയാണ് ഇത്. ഇതുപോലൊരു ചെടി. ഇതിൻ്റെ ഈ തണ്ടിന് നല്ല പുളിപ്പാണ്. അവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ധാരാളം ഇത് പൊടിച്ച് വരുമായിരുന്നു. ഞങ്ങളിങ്ങനെ അതിങ്ങനെ പ്ലങ്ങിപ്പടിയാൻ പറിക്കുന്നില്ല, പറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഈ ഭാഗം കടിക്കും. നല്ല രസമാണ്. ഇതാവണം എന്നില്ല, പക്ഷെ 100% അതുപോലെ കാണാൻ. സ്പെഗറ്റി എന്താ എൻ്റെ പേര്? ബൊളോണീസ്. മീറ്റ് സോസോ? സ്പെഗറ്റി വിത്ത് മീറ്റ് സോസ്. ഇഷ്ടമായോ? ക്യൂക്കമ്പർ. കോള എൻ്റെ ഫുഡിൻ്റെ കൂടെ. കിയോ മിസു ഡേറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലം, പക്ഷേ കുറച്ച് ഓവർ ക്രൗഡഡാണ്. കിമോനൊക്കെ ഈ ഏരിയയിൽ നിന്ന് റെൻറ്റിനെടുത്തിട്ട് അത് വിട്ടിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വരുന്ന സ്ഥലമായത്. അൻസ് പറയുന്നു, നമുക്കും ചെയ്യായിരുന്നു. ഞാൻ പറയും, അയ്യോ അതൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഇത്രയും നടക്കുമ്പോൾ എത്ര നേരം നടന്നാൽ ഇവിടെ എത്തി. ഇവിടെ ഒരു വീപ്പിംഗ് ട്രീ ഉണ്ട്. ഓക്കെ, വീഡിയോ ഹേ പത്താ ഹേ. അച്ഛാ ഇന്ന് കോട്ടും ഇട്ട് വരണ്ടായിരുന്നു, കുടയും കൊണ്ടുവരാറുണ്ടായിരുന്നു. മഴ പെയ്തില്ല. ഇപ്പം വെതർ ഫോർകാസ്റ്റ് നോക്കുമ്പോൾ ഗ്ലൂമിയാണ് കാണിക്കുന്നത്, മഴ കാണിക്കുന്നില്ല. ആക്ച്വലി രാവിലെ 3 മണി തൊട്ട് പെരുമഴ കാണിച്ചു. അതങ്ങ് ക്ലൗഡങ്ങ് എങ്ങോട്ടോ ഒഴുകിപ്പോയി. പിന്നെ തണുപ്പുണ്ടാകും, മഴയാണെങ്കിൽ തണുക്കും എന്ന് വെച്ചിട്ട് കോട്ടൊക്കെ ഇട്ടുന്നത്. പക്ഷേ അത്യാവശ്യം ചൂടുണ്ട്. ഐ മീൻ തണുപ്പില്ല, പക്ഷെ ഇത് ഇത് കൈ കൊണ്ടു കിടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഇട്ടുകൊണ്ട് നടക്കുക. നല്ല സ്ഥലം. ടൂറിസ്റ്റ് കുറച്ച് കൂടുതലാണ് എന്നുള്ളത് വെച്ചാൽ ബാക്കി നൈസ് പ്ലേസ്. എൻ്റെ ബാക്കി കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ടൗൺ. നല്ല സ്ഥലം. അമ്പലത്തിൽ കയറിയില്ല, കയറണം കുറെ നേരമായിട്ട് നമ്മൾ താഴെ നിൽക്കുക. വാ പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ തന്നെ നിൽക്കുക. ഈ ഒരു മരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇവിടുത്തെ ധാരാളം ചെറിയ ബ്ലോസം ട്രീസ് കണ്ടെങ്കിലും ഇതൊരു ഭയങ്കര ഭംഗിയുണ്ട്. ഈ വീപ്പിംഗ് ട്രീ ഇവിടെ വരുന്ന എല്ലാവരും ഇതിൻ്റെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്റെ ഡ്രസ് ഒട്ടും ചേരുന്നില്ല.
ഒറ്റ കല്ലിൽ തീർത്തേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഫ്ലോറിങ് എല്ലാം ഇതാ. ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴേ ഈ സ്റ്റോൺസ് ഇത്രയും കല്ല് ഇവിടുന്നാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ജസ്റ്റ് സീ ദ ബ്യൂട്ടി. രസമായിട്ടുണ്ടല്ലേ. ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. എങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ ഒരു ഗൗതം ബുദ്ധ ഇത്രയും ഫേമസ് ആയി മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്തുമാത്രം നമ്മളീ പോയ പലയിടത്തും ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് എത്രമാത്രം കണ്ടേ. ഇതെന്താ സംഭവം? So Sindhu, how do you like the place? നല്ല സ്ഥലമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോ ഒരു സമാധാനമായല്ലേ? നേരെ ഇന്ന് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇന്നലെയും മെനിങ്ങാന്ന് വന്നപ്പോ ആ സ്ഥലം അടിപൊളിയായിരുന്നു. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് ഓവർ ക്രൗഡഡ് ആയിട്ടൊക്കെ അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷേ ഈ ഒരു ടെമ്പിൾ ഉദ്ദേശമായിട്ട് ഞങ്ങൾ കുറേ നടന്ന് ടെമ്പിളിന്റെ മുകളിൽ എത്തിയപ്പോൾ നല്ല സ്ഥലം. ഒത്തിരി ക്രൗഡൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് വെരി പീസ്ഫുൾ, വെരി ബ്യൂട്ടിഫുൾ, അടിപൊളി സ്ട്രക്ചറാണ്. ആൻഡ് ഏറ്റവും എനിക്ക് എടുത്തെടുത്ത് പറയേണ്ടത് ജപ്പാനിൽ വന്നതിന് ശേഷം ബിഹേവിയർ ഓഫ് പീപ്പിൾ. ഇവിടെയുള്ള നേറ്റീവ്സ് ആയാലും ടൂറിസ്റ്റ് ആയാലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ ടൂറിസ്റ്റ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് കാമാവും. ഭയങ്കര ഇതാണ്. ഒന്നിപ്പോ നമ്മൾ നടന്നു പോകണതും ഉന്തും തള്ളും ഒക്കെ വന്നാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി ഒക്കെ പറഞ്ഞു നീറ്റ്. അല്ലാതെ ആരും ദേഷ്യപ്പെടുന്നില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ ക്യൂ നിൽക്കുന്നു, ബാക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് നേരെ കൂടുതൽ എന്ന് വെച്ചാൽ അവരാരും മുഖം മാറ്റില്ല. അങ്ങനെ സാധാരണ നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇതുപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു തരം അത്ര ഒരു ഹാപ്പി അല്ലാത്ത കുറച്ച് ഫീൽ കിട്ടാറുണ്ട് അവിടുത്തെ ആൾക്കാരിൽ നിന്നും ടൂറിസ്റ്റിൽ നിന്നും ഒക്കെ. ഇവിടെ ധൈര്യം എടുത്താൽ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്, ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാം. വേറെ എവിടെയെങ്കിലും ലണ്ടനിലോ UK യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഈ സമയം കൊണ്ട് അതിലേക്കൂടെ കമ്പിട്ട് ആരെങ്കിലും തോണ്ടി എടുത്തുകൊണ്ട് പോയാലും അതവിടെ സേഫാണ്. അതുകൊണ്ട് ആ ഒരു സേഫ് ഫീലിംഗ് ആണ് ജപ്പാൻ ട്രാവൽ ചെയ്യാൻ. എക്സ്ട്രീംലി സേഫാണ്. ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് 4 മണിക്കൂർ നീണ്ട ഒരു കാർ ജേണി ആയിരുന്നു. പക്ഷേ ആ കാറും അത്ര ക്വാളിറ്റി ഉള്ള കാറായിരുന്നു, റോഡും അടിപൊളിയായിരുന്നു, സൈഡിൽ കണ്ട വ്യൂ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഭയങ്കര ട്രെയിനിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റില് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ട് അമ്മ പറയാം, അയ്യോ കാറിൽ പോകുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഹ്യൂജ് ഗ്ലാസ് ആണ് കാറിൻ്റെ. ടൊയോട്ടയുടെ തന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വേരിയൻസ് ഒരുപാടുണ്ട്. അതിൻ്റെ തന്നെ വലിയ കാറായിരുന്നു. നമ്മുടെ ഇന്നോവയെക്കാളും കുറേ കൂടെ വലുത്, ഒരു 10-12 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതും അത് അത്രത്തോളം ഒരു 7-8 പെട്ടി വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സ്പേസ് ഉള്ള വലിയ കാർ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ട്രെയിനിൽ പോകുന്ന അതേ ഫീൽ. അത്രയും കാറ് ആ ഒരു ഷേക്ക് ഒന്നുമില്ല. അവിടെ 4 മണിക്കൂറൊക്കെ കാറിൽ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഒട്ടും ടയേർഡും ആയില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാൻ വീണ്ടും പറയുവാണ്, വേൾഡ് ടൂർ എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ, ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ജപ്പാൻ ഇത് വളരെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാർ അധികം വരെ നമ്മളധികം എക്സ്പോസ്ഡ് അല്ലല്ലോ. നമുക്ക് ടോക്കിയോ കുറച്ചൊക്കെ നമ്മൾ സിനിമയിലും അതിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റ് സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് ആർക്കും അത്ര വലിയൊരു വിവരമില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്ന് മനസ്സിലായത്. ഇത്രയും അധികം ചെറിയ ബ്ലോസം വീണ്ടും കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. കൊതി തീരെ കണ്ടു ചെറിയ ബ്ലോസം. നിങ്ങളും കണ്ടേ നമ്മുടെ ഈ വീഡിയോസിലൂടെ ഇഷ്ടം പോലെ ചെറിയ ബ്ലോസം.
ഇതാ അമ്പലത്തിന്റെ എൻട്രൻസ്. See the petals. കാറ്റടിക്കുമ്പോൾ പെറ്റൽസ് ഇങ്ങനെ പറക്കുന്നത് കാണാൻ എന്ത് രസമാണ്. ഓരോ മരത്തിൻ്റെയും താഴെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തേക്കണം നോക്കിയാൽ. സിംഗപ്പൂരിലൊക്കെ ഇതുപോലെ കണ്ടിരുന്നു കേട്ടോ, ഒക്കെ പ്രൊട്ടക്ഷൻ. നമ്മൾ ഈ ട്രിപ്പ് വന്നതിന് ശേഷം ഓരോ ദിവസവും എത്രയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ല കേട്ടോ. അത്രയ്ക്കാണ് നടക്കുന്നത്. നടന്ന് 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 ഒരു ലെവലായി. എനിക്കാണെങ്കിൽ ഷൂസ് ഇടാൻ തീരെ ഇഷ്ടമല്ല, പക്ഷെ ഷൂസ് ഇവിടെ നമുക്ക് ഇടാൻ പറ്റും, അതായത് പ്രാക്ടിക്കലാവും. ആൻഡ് അന്ന് തുടങ്ങിയതാണ് 2 കാലിനും ഇൻഗ്രോൺ നെയിലിൻ്റെ പെയിൻ. ഒരു പ്രശ്നമില്ല. ഞാൻ ചെയ്തൊരു മണ്ടത്തരം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ട്രാവൽ ചെയ്യണതിന് 2 ദിവസം മുന്നേ പോയി പെഡിക്യൂർ ചെയ്തു. ആൻഡ് എപ്പോഴും പെഡിക്യൂർ ആണെങ്കിൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന സ്ഥലത്ത് ഡിക്കി ചെയ്ത് തന്നാൽ എനിക്ക് ആ ഇൻഗ്രോൺ നെയിൽ വരാത്ത രീതിയിൽ എനിക്ക് ട്രിമ്മൊക്കെ ചെയ്ത് തരാം. ഇത്തവണ ഞാൻ മറ്റൊരു സ്ഥലത്താണ് പോയാൽ അവിടെ പുള്ളിക്കാർ നന്നായിട്ട് ചെയ്തതും, പക്ഷേ എൻ്റെ ഒരു നെയിലിൻ്റെ ഒരു അവസ്ഥ കറക്റ്റ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി നോർമലി എല്ലാവർക്കും ചെയ്യുന്ന പോലെ ചെയ്തു. മസാജൊക്കെ അടിപൊളിയായിട്ടൊന്ന് ചെയ്തു തന്നു. പക്ഷേ എനിക്ക് ആ ഷൂസ് ഇട്ടതും ഇൻഗ്രോൺ നെയിലിൻ്റെ ഇഷ്യൂ തുടങ്ങി. ഇൻഗ്രോൺ നെയിലിൽ പ്രോബ്ലം ഉള്ളപ്പോൾ നമ്മളവിടെ സോപ്പ് ബ്രഷൊക്കെ ഇട്ടിട്ട് ഗ്ലിസറിനൊക്കെ വെച്ചാൽ സാധാരണ ഒരു ദിവസം മാറും, പക്ഷെ എന്നും ഇട്ടിട്ട് എനിക്കത് മാറുന്നില്ല. അപ്പോൾ ഓരോ ദിവസം വീണ്ടും പുറത്തിറങ്ങുമ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വേദനയാണ്, ഭയങ്കര വേദന. എനിക്ക് മാത്രം ഹൻസൂനും പ്രോബ്ലമായി, എല്ലാവർക്കും ഷൂസ് ഇട്ടിട്ട് ഒത്തിരി നടന്ന് ഭയങ്കര പ്രോബ്ലമായി. ഇനി നാട്ടിലെത്തിയിട്ട് ചെരുപ്പ് മാത്രം ഇടുമ്പോഴായിരിക്കും അതിനൊരു ആശ്വാസം കിട്ടണം. ഓരോ ദിവസം എനിക്ക് നാളത്തേക്ക് ഓക്കെ ആയിരിക്കും, രാത്രി മരുന്നൊക്കെ ഇടും, പക്ഷെ രാവിലെ ഷൂ ഇട്ട ഉടനെ പ്രശ്നമൊന്നും കാണില്ല. ഒരു 10-15 മിനിറ്റ് നടന്ന് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ആകെ പ്രശ്നം. ഇവിടെ അത്രയും കിമോണോ റെന്റൽ കടകളാണേ. ഫുള്ള് കിമോണോ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കിമോണോ ഇട്ട് ഒരു നല്ലൊരു ക്യൂട്ട് ഫാമിലി കണ്ട. ഒരു ഹസ്ബൻഡ് വൈഫ് 3 പെൺകുട്ടികളും. അമേരിക്കൻസ് ആ ലുക്കുള്ളവർ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരുന്നു. ഹൈറ്റൊക്കെ ഉള്ളൊരു ഭർത്താവും ഹൈറ്റുള്ള ഭാര്യയും ക്യൂട്ട് 3 പെൺപിള്ളേരും. എന്ത് രസമായിരുന്നു. അവരെല്ലാം കിമോണോ ഡ്രസ്സൊക്കെ ഇട്ട് നല്ലപോലെ നടന്നു പോകുന്നുണ്ടായിരുന്നു. നമ്മൾ നാളെയാണ് ടീ സെറമണിക്ക് പോകുന്നത്. അവിടെ എങ്ങനെയുണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെയൊക്കെ ചട്ടിയിലൊക്കെ ചെടികളൊക്കെ ഇരിക്കുന്ന കാണാൻ എന്ത് രസമാണ്. ഹൻസുകുട്ടി വേഗം വാ. വീടിന്റെ പുറത്തിങ്ങനെ നിൽക്കണ എന്ത് രസമാണ്. ഞാൻ പറഞ്ഞല്ലേ ടൊയോട്ടയുടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാർ. കിമോണോ കട. എല്ലായിടത്തും ഏരിയ ഫുള്ളതാണേ. ഇതാ ഇതെല്ലാവരും സെലക്ട് ചെയ്ത ഡ്രസ്സ് തൊട്ട്
മുകളിൽ അമ്പലത്തിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കും. ടൊയോട്ടയുടെ വേറെ ഊബറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഷിൻചാൻ്റെ ഏതൊരു പോപ്പപ്പ് സ്റ്റോറിൽ വന്നു. ഹൻസു ഹാപ്പിയായി. Hansu came all the way to Japan to meet Shin-chan. വേണ്ട, അത് പൊട്ടു. തുടങ്ങിയിട്ടു. ഹലോ ഗൈസ്, ഇന്റർവ്യൂ ചെയ്യാൻ എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെയാണ്. സുഖമാണോ? സുഖമാണ്. ഹിറോഷി, മിത്സി, ഷിൻചാൻ, ഹിമവാരി. ഗുഡ് മോർണിംഗ്. ഇത് നല്ല ബ്രൈറ്റ് ഡേ ആണ്. തണുപ്പൊക്കെ കുറച്ച് കുറവുണ്ട്. എന്നാലും ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പെട്ടെന്നായിരിക്കും കാറ്റ് വരുന്നു, തണുക്കുന്നു. പിന്നെ എനിക്ക് കോട്ടുകൾ പൊതുവെ ഇടുന്നത് ഇതുപോലത്തെ ഡ്രസ്സ് എടുക്കും എൻ്റെ പകുതി തടി അതിനകത്തൊന്നും മറങ്ങിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ കോട്ട് പണ്ടിട്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു ദിവസം ആംസ്റ്റർഡാമിൽ അമ്മ നോക്കാം. ഇത് വലിയ തിക്നെസ് ഉള്ള കോട്ടല്ല, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ, ഹോട്ടൽ കെ ഹാൻ. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഊബർ എത്തിയില്ല. ഇവിടെ വന്നതിന് ശേഷം എപ്പോൾ ഊബർ ബുക്ക് ചെയ്താലും സ്പോട്ട് മാറിപ്പോകും. നമ്മൾ ഇത് തന്നെയാണ് നമ്മളെ ലൊക്കേഷൻ കൊടുക്കുന്നത്, പക്ഷെ അവിടെ എവിടെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട്. ആൻഡ് കുറച്ച് ഇവിടെ ഭയങ്കര ലാംഗ്വേജ് ഇഷ്യൂ ആണ്. ഇവർക്ക് ഒട്ടും ഇംഗ്ലീഷ് ഒട്ടും മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ അവരോട് എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ മൊബൈലിൽ അടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കണം. ഇന്നും കൂടെ നമ്മൾ ഈ കിയോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. നാളെ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടും, ഒസാക്കയിലോട്ട് പോകും. ഇതുവരെ നല്ല ട്രിപ്പായിരുന്നു. ലൈക്ക് ഭാഗ്യത്തിന് ആർക്കും അസുഖങ്ങളൊന്നും വന്നില്ല. ലൈക്ക് ഒരു സ്റ്റമക്ക് അപ്സെറ്റ്, വോമിറ്റിങ്ങും ഒരു കോൾഡോ പനിയോ അങ്ങനെയൊന്നും ഒന്നും വന്നില്ല. നമ്മൾ മെഡിസിൻസ് ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഈ എവിടെ പോകുമ്പോഴും ഞാൻ കുറച്ച് ഇവരിങ്ങനെ കുറച്ച് ഓവർ ബോദർ ചെയ്യുമ്പോഴത്തേക്ക് ഇവരും വി ആർ ഗ്രോൺ അപ്പ് എന്നൊക്കെ ഹൻസു വിഷാനി പറയുമ്പോൾ ഞാൻ നിങ്ങൾ എന്നെ എക്സ്കർഷന് വരണോ ടീച്ചറായിട്ട് കൂട്ടിയാൽ മതി. ടീച്ചേഴ്സൊക്കെ എന്തുമാത്രം ഞാൻ ആലോചിക്കുന്നു, എത്ര കുട്ടികളെ കൊണ്ട് നമ്മളെ സ്കൂൾ ടീച്ചേഴ്സൊക്കെ എക്സ്കർഷന് പോകുമ്പോൾ എന്തുമാത്രം വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ തലയിൽ. ഒരു 3 ടീച്ചേഴ്സ് കാണും, ഒരു 100-150 പിള്ളേർ ചിലപ്പോൾ കാണും. ഈ ഒറ്റ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിസ്സായി പോകാതെ സേഫായിട്ട് ഒന്നും പറ്റാതെ തിരിച്ച് ഇതിനെയൊക്കെ ബസ്സിൽ കയറ്റി തിരിച്ച് സ്കൂളിലോ കോളേജിലോ ക്യാമ്പസിൽ തിരിച്ചെത്തിച്ച് പാരൻസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ എന്തുമാത്രം ടെൻഷനാണ്. ഞാൻ തന്നെയാണ് പാരൻ്റെങ്കിലും ഞാൻ അതുപോലെ ഞാൻ നിങ്ങളെ എക്സ്കർഷന് വേണ്ട സ്ട്രിക്റ്റ് ടീച്ചറാണെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചിക്ക അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല കം ഹിയർ എന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ നമ്മൾ ഇവിടെ പോയപ്പോൾ ഹൻസുവിന് ഷിൻചാൻ്റെ കടയിൽ അമ്മോ 534 ആണോ 534 ആണോ വന്നു നമ്മുടെ വണ്ടി വന്നു. ഇന്നലെ ഷിൻചാൻ്റെ കടയിൽ പോയപ്പോൾ ഹൻസുവിനോട് ഒറ്റയ്ക്ക് കുറേ നേരം നിൽക്കണവർ. അപ്പോൾ നമ്മൾ അടുത്ത കടയിലോട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്.
പുള്ളി പറയായിരുന്നു പുള്ളി ഇവിടെ ഇന്ത്യൻ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. RRR കണ്ടു, ഒരുപാട് ഇന്ത്യൻ സിനിമകൾ ഇവിടെ റിലീസാവുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മു ആക്ട്രസ് ആണെന്ന് പറയുമ്പോൾ ഇയാൾ വളരെ ഹാപ്പിയായി. പുള്ളി പറഞ്ഞു ഐ എം ഹോണേർഡ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരാള്. My name is Tatsuya Tanaka. How do you? City Hall. Tea hall. City Hall. Connie and her friends. Philosopher's Park. ഇത് ഫിലോസഫേഴ്സ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയ. ഒരു ചെറിയ വാട്ടർ ബോഡി ഇവിടെ ഉണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ധാരാളം ചെറിയ ബ്ലോസം. കരയിലെല്ലാം അതിൻ്റെ ഇതിൽ കിടക്കുന്ന നോക്കി നിറഞ്ഞു കിടക്കുന്നു. വെള്ളത്തിലും അത് ഒഴുകുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഈ സ്ഥലം പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതെൻ്റെ ഹൻസ് കുട്ടിയെ കാണാൻ. നൈസ് പ്ലേസ്. ക്യൂട്ട്. Strawberry drag. ഓടയ്ക്കകത്ത് പോലും പൂവിൻ്റെ ഇതളുകൾ മാത്രം. Would be cool. വെറും സ്ട്രോബെറി. Fried. Okay. Thank you. ഇതാണ് നമ്മൾ കഴിച്ച സാധനം. ടീ സെറമണിക്ക് വന്നു. അപ്പോൾ ഇവിടെ അവർ നമുക്ക് കിമോണോ ഒക്കെ തരും, മുടിയൊക്കെ കെട്ടിത്തരും.
Please be careful, keyboard is very hot. Okay. Yeah, please help her. ഈ ചെക്കനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നല്ല ഇതാവും. ഫ്ലാഷ് ഇല്ലാത്ത അങ്ങനെ ഈ ട്രിപ്പ് വരുമ്പോൾ ഇതുപോലത്തെ കിമോണോ ഡ്രസ്സൊക്കെ ഇടുന്ന എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ ഇടും, എനിക്കിതിട്ടാൽ ഞാനാകെ കോമഡി ആയി പോകത്തില്ലേ, വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും എപ്പോഴത്തെയും പോലെ പണ്ട് മറ്റേ ബാലിയിൽ പോയപ്പോൾ ആ സ്വിങ്ങിലെ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം പറയും ഞാൻ ഇടില്ല അതുകൊണ്ട് അവസരം ഞാൻ ഇട്ടു. അതാണ് എൻ്റെ ഒരു തൊലിക്കട്ടി. അങ്ങനെ തൊലിക്കട്ടി നല്ല അടിപൊളി തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് ഞാനും ഇട്ടൊരു കിമോണോ. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് സത്യമായിട്ടും, കാരണം നല്ല തടിയുള്ളതുകൊണ്ട് എൻ്റെ വയറെല്ലാം ടൈറ്റായിട്ട് അവർ കെട്ടിയൊക്കെ വെച്ചേക്കുവാണ്. ഇത് തുറക്കുമ്പോൾ ബൊമ്മെന്ന് പറഞ്ഞ് എനിക്കൊരു അപ്പോഴേക്കും നല്ല ശ്വാസം കിട്ടണം. പക്ഷെ എന്നാലും ഇറ്റ്സ് എ ക്യൂട്ട് ഡ്രസ്. നമ്മൾ എൻജോയ് ചെയ്ത ടീ സെറമണി നല്ലതായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുമ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നത് ഫോട്ടോസൊക്കെ എടുക്കാൻ. എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒരു ചെടി കിട്ടിയപ്പോൾ ഞാനിവിടെ വന്ന് കൊള്ളാവും. അപ്പോൾ ദിസ് ഇസ് മീ ഇൻ ജപ്പാൻ. നമ്മളെ സ്ഥലത്തിന്റെ പേരെന്താ അമ്മ? ക്യോട്ടോ. ഒരു പച്ച കളർ ചായയാണ് നമ്മൾ തന്നത്. എനിക്ക് തോന്നുന്നത് ഭയങ്കര നമുക്ക് കുറച്ച് പൊടി കുറച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകണം. കിച്ചു മൈറ്റ് ലൈക്ക് ഇറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഇട്ടിട്ടുള്ള ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു ഫുൾ പോപ്പുലർ. എവിടെ നോക്കിയാലും ആൾക്കാർ പച്ച കളർ ഐസ്ക്രീം കഴിക്കുന്നത്. പക്ഷെ നമുക്കത് കടയിൽ പോയി വാങ്ങാനൊരു ധൈര്യം കുറയോ, വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വേസ്റ്റ് ആക്കിയാലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങാത്തത്. ഓക്കെ, എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? Yes, a video, yeah, okay. Like this. Okay. Maybe like from here on the road, yeah, like this. Yes. Thank you. കുറച്ച് ഫ്രണ്ടി വേണം. യൂട്യൂബ് അല്ലേ? ഓടി വന്ന് ജോയിൻ ചെയ്തോ. ക്യാമറയിലേക്ക് ഇത് പോസ് ചെയ്യരുത്, വീഡിയോ. നിങ്ങളിങ്ങനെ ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ? അടിപൊളി. ഞാൻ ഫോട്ടോ എടുക്കട്ടെ?
ഒരു മിനിറ്റ് ബാക്ക് കിമോണോ ഡ്രസ്സൊക്കെ ഊരി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി നമ്മുടെ സ്വന്തം ഡ്രസ്സ് ഇട്ടു. ഇനി കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. മീനിൻ്റെ മുട്ടയാണ്. ഇവിടെ ഞങ്ങളുടെ ടീ സെറമണിക്ക് വന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്തൊരു വലിയ മാർക്കറ്റുണ്ട്. ഞങ്ങൾ അതിനകത്തൂടെ ഒന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഭക്ഷണ സാധനങ്ങളുള്ള കടകളാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ നോക്കിയിട്ട് പറയുന്നത് മീനിൻ്റെയൊക്കെ എല്ലാ ഐറ്റവും ഉണ്ട്. അമ്മൂടെ കടലിൽ എല്ലാം ഉണ്ട്. കടലമ്മ ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ നിരത്തി വെച്ചേക്കുക. എല്ലാ തരം ഐറ്റംസും ഉണ്ട്. തേനിൻ്റെ ഒരു പീസ്, സ്വീറ്റ് പൊട്ടാറ്റോ ഇവിടുത്തെ വലിയ ഫേമസ് സാധനമാണ്. ഇങ്ങനെ അടുക്കിയിട്ട് അതിനകത്ത് എടുക്കും. ഫ്രൈ ആക്കിയിട്ട് തണുക്കാനെടുത്ത് ഇവിടെ വയ്ക്കും. ഇങ്ങനെ കപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പിന് 500, നമ്മുടെ ഒരു 250 രൂപ അതുപോലത്തെ ഒരു റേഞ്ചിൽ വരും. Good.